കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പക്ഷി നിരീക്ഷണ കേന്ദ്രമായ ആലപ്പുഴ കോടംതുരുത്ത് പഞ്ചായത്തിലെ ചങ്ങരം വെറ്റ്ലാൻഡിൽ CPIM കോടംതുരുത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. മാർച്ച് 30 ഞായറാഴ്ച രാവിലെ 7 മണി മുതൽ നൂറുകണക്കിന് CPIM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പാടശേഖരങ്ങളിലും വഴിവക്കുകളിലും കിടന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകളും ചില്ലുക്കുപ്പികളും ശേഖരിച്ചു. വിനോദസഞ്ചാരികൾ വർദ്ധിച്ചതുമൂലം ഏറ്റവും വലിയ നീർത്തടമായ ചങ്ങരം വെറ്റ്ലാൻഡ് കൂടുതൽ മലീമസമായി കൊണ്ടിരിക്കുകയാണ്. സ്വദേശികളും വിദേശികളുമായി ഓരോ ദിവസവും നിരവധി പേരാണ് വിവിധയിനം ദേശാടന പക്ഷികളെ കാണാൻ ചങ്ങരം പാടത്ത് എത്തുന്നത്. പക്ഷികളും വളർത്തുമൃഗങ്ങളും പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ കുടുങ്ങി മരണമടയുന്ന സംഭവങ്ങൾ പതിവായതോടെയാണ് CPIM പ്രവർത്തകർ ശുചീകരണവുമായി രംഗത്തിറങ്ങിയത്. ചങ്ങരം പാടശേഖര മേഖല ശുചീകരിക്കുന്നതിന് നിലവിൽ സംവിധാനമൊന്നുമില്ല. മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കുന്നതിനു വേണ്ടിയുള്ള സർക്കാരിൻ്റെ പ്രയത്നത്തിനൊപ്പം CPIM ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായാണ് കോടംതുരുത്ത് ലോക്കൽ കമ്മിറ്റിയും ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തത്. CPIM അരൂർ ഏരിയ കമ്മിറ്റി അംഗം PD രമേശൻ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R ജീവൻ, ഏരിയ കമ്മിറ്റി അംഗം CT വിനോദ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി R അനിൽകുമാർ, സ്മിത ഷാബു, സതീശൻ, നവീൻസൺ എന്നിവർ ശുചീകരണത്തിന് നേതൃത്വം നൽകി. 300 ഏക്കർ വരുന്ന ചങ്ങരം പാടശേഖരത്തിൽ ഓരോ സീസണിലും 209 തരം പക്ഷികൾ എത്തുന്നുവെന്നാണ് നിരീക്ഷകർ പറയുന്നത്. ആയിരക്കണക്കിന് മൈലുകൾ താണ്ടിയെത്തുന്ന തൂവെള്ള സൈബീരിയൻ പക്ഷികളും രാജഹംസം അടക്കമുള്ള പക്ഷികളും ഇക്കൂട്ടത്തിലുണ്ട്. കോടംതുരുത്തിലെ ചങ്ങരമെന്ന ചെറിയ പാടത്ത് മാത്രമല്ല, സമീപത്തെ നൂറുകണക്കിന് പാടശേഖരങ്ങളിലും പക്ഷികൾ എത്താറുണ്ട്. ജനുവരി അവസാനം മുതൽ 4 മാസത്തോളം ഇവിടെ പക്ഷികളുടെ സ്വർഗമാണ്. ഒപ്പം വിദേശങ്ങളിൽ നിന്നടക്കം പക്ഷി നിരീക്ഷകരും എത്തും. മത്സ്യകൃഷിക്ക് ശേഷം വെള്ളം വറ്റിക്കുന്നതോടെ തെളിയുന്ന ചെറുമീനുകളെ അകത്താക്കാനാണ് പക്ഷികൾ എത്തുന്നത്. ഏറ്റവും വലിയ ജലപക്ഷിയായ രാജഹംസം അഥവാ ഗ്രേറ്റർ ഫ്ലെമിംഗോ, വയൽക്കുരുവി, പട്ടുവാലൻ സൂചിക്കൊക്ക്, സൈബീരിയൻ മണൽക്കുരുവികൾ തുടങ്ങി ചെറിയ മീൻകൊത്തികൾ വരെ ഇവിടെ എത്താറുണ്ട്. 14 വർഷം മുമ്പാണ് ചങ്ങരത്ത് പക്ഷി നിരീക്ഷണ കേന്ദ്രം എന്ന ആശയം നിലവിൽ വന്നത്. വനം വകുപ്പ് റോഡരികുകളിൽ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചു. പക്ഷിവേട്ടക്കാരെ പിന്തിരിപ്പിക്കാൻ 40 അംഗങ്ങളുള്ള ബേർഡ്സ് എഴുപുന്ന എന്ന സംഘവും നിലവിൽ വന്നു. സീസണായാൽ UK, സ്വീഡൻ എന്നിവിടങ്ങളിൽ നിന്ന് പോലും പക്ഷി നിരീക്ഷകർ ഇവിടെ എത്താറുണ്ട്.